ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൺട്രോൾ ഫ്ലോ കൺസ്ട്രക്റ്റിനുള്ളിലെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയ വൈൽ ലൂപ്പിനെ കുറിച്ചിട്ടാണ്. വൈൽ ലൂപ്പിൽ തന്നെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എങ്ങനെയാണ് കൂടെ ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൈൽ ലൂപ്പിന്റെ ഡെഫിനേഷനിലേക്ക് പോകാം. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിപ്പീറ്റ്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ കണ്ടീഷൻ ഇസ് ട്രൂ. ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് ഓഫ് കോഡ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് വൈൽ ലൂപ്പിൽ നടക്കുന്നത്. അപ്പം വൈൽ ലൂപ്പിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് എന്താണെന്ന് കൂടി നമുക്ക് പ്രോഗ്രാമിലൂടെ പഠിക്കാം. അപ്പം അതിന്റെ സിന്റാക്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ലൂപ്പ് ഇനീഷ്യലൈസേഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യലൈസേഷൻ അത് എവിടെ തുടങ്ങണ്ടേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ള ഫസ്റ്റത്തെ പാരാമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ കണ്ടീഷൻ അത് എവിടെ അവസാനിക്കേണ്ടേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് സൈസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ലൂപ്പ് പോകേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ ഇൻക്രിമെന്റ് ആണ്. സോ ഈ സെയിം സാധനം നമ്മൾ വൈൽ ലൂപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് അത് ലൂപ്പ് എവിടെ തുടങ്ങണ്ടേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ കോഡ് തുടങ്ങുന്ന സമയത്ത് ഒരു വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ട് വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ലൂപ്പ് എവിടെ അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ വൈൽ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷനിൽ വേണം നമ്മൾ ലൂപ്പ് എവിടെ അവസാനിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം വേണം നമ്മൾ ഇതെങ്ങനെയാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്, അതായത് ഇൻക്രിമെന്റ് വേണ്ടത്, അതായത് ഒരു 1 സ്റ്റെപ്പ് ആണോ അതോ 2 സ്റ്റെപ്പ് കൂടിയിട്ടാണോ വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ലാസ്റ്റ് ആണ്. അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് റേഞ്ച് ഫംഗ്ഷനിൽ ലാസ്റ്റത്തെ പാരാമീറ്റർ ഉപയോഗിക്കുന്ന പോലെയാണ്. അപ്പം റേഞ്ച് ഫംഗ്ഷനിൽ നമ്മൾ ഇൻക്രിമെന്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 1 ആണ് വരുന്നത്. പക്ഷേ നമുക്ക് വൈൽ ലൂപ്പിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻക്രിമെന്റ് ഇല്ലാതെ വൈൽ ലൂപ്പ് നടക്കത്തില്ല. നമ്മൾ ഇൻക്രിമെന്റ് 1 ആണെങ്കിൽ നമ്മൾ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി പാർട്ട് വരുന്നത്. നമുക്ക് ഇനി അതിന്റെ കോഡിങ്ങിന്റെ പാർട്ടിലേക്ക് കിടക്കാം. അപ്പം വൈൽ ലൂപ്പിൽ നമുക്ക് ഒരു ലിസ്റ്റിൽ നിന്ന് എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഞാൻ L1 എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ എനിക്ക് 10, 20, 30, 40, 50 ഇത്ര എലമെന്റ്സ് ആണുള്ളത്. എലമെന്റ്സ് ഞാൻ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ആദ്യം എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലൂപ്പിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അതിന് ഞാൻ എൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0ലേക്ക് സെറ്റ് ചെയ്താണ്. ഓക്കെ, ഇതൊരു ലൂപ്പ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. ഞാനൊരു വാരിയബിൾ ഇൻഡെക്സ് എന്ന് പേര് കൊടുത്തു മാത്രം. അതിലേക്ക് ഞാൻ 0 എന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് വൈൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. അടുത്തത് എവിടെ അവസാനിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പം എൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താവണം, എൻ്റെ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിസ്റ്റിന്റെ ലെങ്ത്തിനേക്കാളും ചെറുതാവണം. അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ലിസ്റ്റ് L1 അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 5ആണ് വരുന്നത്. അപ്പം ഇതിൽ ഇൻഡെക്സ് നമ്പർ വരുന്നുണ്ടാവുക 0 തൊട്ട് 4 വരെയുള്ള ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ 4 വരെയുള്ള നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. അതായത് 4 വരെ കിട്ടിയാൽ മതി. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5നെക്കാട്ടി ചെറുതാവാം. അതായത് 4 വരെയുള്ള നമ്പേഴ്സ് മാത്രം എടുക്കാം. അതാണ് എൻ്റെ കണ്ടീഷൻ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൽ എനിക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ലിസ്റ്റിൻ്റെ ഉള്ളിൽ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യണം. അത് ഞാൻ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ L1 എന്ന് പറഞ്ഞ ലിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യത്തെ ലൂപ്പിൽ 0 വരും, രണ്ടാമത്തെ ലൂപ്പിൽ 1 വരും, പിന്നെ 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ 4 വരെയുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് എൻ്റെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി എനിക്ക് അതിൻ്റെ ഉള്ളിൽ എലമെന്റ്സിനെയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇൻക്രിമെന്റ് കൊടുക്കാനായിട്ട് പോകണം. എനിക്ക് ഓരോ നമ്പേഴ്സ് ആയിട്ട് വേണം, ഓരോന്നായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂണറി ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഓരോരോ നമ്പേഴ്സ് പ്ലസ് ചെയ്തിട്ട് വരും ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പം 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വരും. ഞാനിപ്പോൾ +2 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് 2 നമ്പേഴ്സ് ആയിട്ട് വരും. അപ്പോൾ 0 കഴിഞ്ഞിട്ട് പിന്നെ 2 ആയിരിക്കും വരുന്നുണ്ടാവുക, അത് കഴിഞ്ഞിട്ട് 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഇത് കഴിഞ്ഞു. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 മുതൽ 50 വരെയുള്ള എല്ലാ നമ്പേഴ്സിനും ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇതിൽ എങ്ങനെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ നോക്കാം. ഈ റേഞ്ച് ഫംഗ്ഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കത് നമ്മൾ നേരത്തെ ആ തിയറി പാർട്ടിൽ പഠിച്ച പോലെ ഓരോ ഇനീഷ്യലൈസേഷനും സ്റ്റോപ്പിംഗ് കണ്ടീഷനും ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ നം എന്ന് പറയുന്ന ഒരു വാരിയബിൾ എടുത്തു. അതെനിക്ക് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ എൻ്റെ വൈൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തിട്ട് എനിക്ക് അവിടെ 10 വരെയുള്ള നമ്പേഴ്സ് ആണ്. അതായത് ഈ നം എന്ന് പറയുന്ന ആള് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുന്ന സമയത്ത് ഓക്കെ അത്രയും നമ്പേഴ്സിനെ എനിക്ക് വേണം. എന്നിട്ട് പ്രിന്റ് നം ഓരോ നമ്പേഴ്സിനെ എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ അതിലും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ നം എന്ന് പറയുന്നത് എന്താണ് പ്ലസ് ഈക്വൽ ടു ഓരോന്ന് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കിട്ടും. ഞാനിവിടെ 2 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1, 3, 5, 7, 9 എന്ന് പറഞ്ഞിട്ട് ഓരോ നമ്പേഴ്സിനായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇൻക്രിമെന്റ് നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വൈൽ ലൂപ്പിന്റെ കൂടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും എൽ സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു യൂസറിന്റെ തന്നെ ഒരു നമ്പർ എടുക്കുകയാണ്. അപ്പം നമ്പർ 10ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുക്കണം. നമ്പർ 10ന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു കോഡിംഗ് ഒരു മെസ്സേജ് തരണം, ഞാൻ കൊടുത്ത നമ്പർ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് തരണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് യൂസറിന്റെ ഒരു നമ്പർ വാങ്ങണം. അപ്പോൾ അതിനൊരു വാരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. നം ഈസ് ഈക്വൽ ടു ഇൻഡ് ഇൻപുട്ട് എൻഡ് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസറിന് വേണ്ട ഒരു ഇൻപുട്ട് എടുക്കുവാണ്, ഒരു നമ്പർ എടുക്കുവാണ്. എന്നിട്ട് എൻ്റെ ഫസ്റ്റത്തെ ഇത് വരുന്നത് വൈ ഈ നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം, എനിക്ക് ആ നമ്പർ പ്രിന്റ് ചെയ്ത് തരണം. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനൊരു ഇത് ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇടാണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എനിക്ക് എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിട്ട് അതിൻ്റെ ഇടയിൽ പ്രിന്റ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരണം.
ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇതിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻഫിനിറ്റ് ആയിട്ട് ലൂപ്പിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാനത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ 9 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുകയാണ്. ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് തന്നെ കണ്ടോ നമ്പർ ആണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് നിൽക്കത്തേ ഇല്ല. അപ്പം ഇത് നിൽക്കണമെങ്കിൽ നമ്മളൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഈ കോഡിൽ പ്രിന്റ് നം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കും കൂടി ഇടാണ്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, വൈൽ കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, അതിനുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം അത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം. ഒരു വട്ടം അത് നടന്നാൽ മതി. അപ്പോൾ ഞാനതിന് എൻ്റെ ആ കോഡിന് ശേഷം ഞാൻ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 10ന് താഴെയുള്ള നമ്പർ കൊടുക്കുകയാണ്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നമ്പർ 9 എന്ന് പറഞ്ഞിട്ട് വരും. അതല്ല ഞാൻ 10ന് മുകളിലുള്ള നമ്പർ കൊടുക്കുകയാണ്. 11 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൽസിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എൽസിന്റെ കീഴിലുള്ള ആ ഒരു കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡായിരിക്കും എനിക്ക് വരുന്നുണ്ടാവുക. സോ ഇതാണ് ഇതിൽ ഈ വൈൽ ലൂപ്പിന്റെ കൂടെ ബ്രേക്ക് ആൻഡ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈൽ ലൂപ്പിന്റെ കൂടെ ഇഫ് എൽസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം അതിന് ഞാനൊരു ചെറിയൊരു പ്രോഗ്രാം ചെയ്യാണ്. എൻ്റെ കയ്യിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഈവൻ നമ്പേഴ്സിന് എടുക്കണം, ഓഡ് നമ്പേഴ്സ് എടുക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റെ വൈൽ ലൂപ്പിൽ എൻ്റെ നമ്പർ എവിടെ വരെ എത്തണം? നമ്പർ ലെസ് ദാൻ ഈക്വൽ ടു 5 വരെ എനിക്ക് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 5 വരെയുള്ള നമ്പേഴ്സിന് മാത്രം ചെക്ക് ചെയ്യാൻ മതി. അപ്പോൾ ഞാൻ ആ കണ്ടീഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ പറയാണ് ഇഫ് എൻ്റെ നമ്പർ എന്ന് പറയുന്ന ആൾ അതിൻ്റെ റിമൈൻഡർ എടുക്കുന്ന സമയത്ത് 2 കൊണ്ട് നമ്മൾ റിമൈൻഡർ എടുക്കുന്ന സമയത്ത് അത് 0 ആണെന്നുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൽ നം എന്ന് പറയുന്നത് ഈസ് ഈവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് വരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. എൽസിൽ എന്തായിരിക്കും? ഓടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഞാനത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? പ്രിന്റ് നം ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എനിക്ക് വരണം. ഈസ് ഓഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിതിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, എനിക്കിവിടെ ഇൻഫിനിറ്റ് ആയിട്ടാണ് ആ ലൂപ്പ് വരുന്നത്. അപ്പം നമ്മളിത് ബ്രേക്കിലാണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് അത് ബ്രേക്ക് ആവാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് രണ്ടും പാടില്ല. നമുക്ക് 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിലെ എല്ലാ നമ്പേഴ്സിനെയും ചെക്ക് ചെയ്തിട്ട് അത് ഓരോന്നും ഇവൻ ആണോ ഓടാന്നുള്ള ഒരു എന്താ പറയുക ഇൻഫർമേഷൻ കിട്ടും. അപ്പം ഞാനതിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനെ ഇൻക്രിമെന്റ് ചെയ്യാണ്. ഞാൻ ഈ ഇഫ് എൽസിന്റെ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വൈലൂപ്പിന്റെ അടിയിൽ വന്നിട്ട് ഞാൻ ഈ നമ്പറിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ പോവാണ്. 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ പോവാണ്. 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓരോ നമ്പേഴ്സും 1 ഈസ് ഓഡ്, 2 ഈസ് ഈവൻ, 3 ഈസ് ഓഡ്, 4 ഈസ് ഈവൻ പറഞ്ഞിട്ട് എനിക്ക് ഓരോ നമ്പേഴ്സ് ആയിട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് കിട്ടും. നമ്മൾ വൈൽ ലൂപ്പ് ഷോർട്ട് ഹാൻഡിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിന് ഫസ്റ്റ് എന്തായാലും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇനീഷ്യലൈസേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ട് അതിലേക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ ഇനീഷ്യലൈസേഷൻ കൊടുക്കാണ്. ഇനി അടുത്തത് ഞാൻ വൈൽ എന്ന് പറയുന്ന എൻ്റെ കീവേഡ് യൂസ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൗണ്ട് എനിക്ക് 5 വരെയുള്ള നമ്പേഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പം ലെസ് ദാൻ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് 5 വരെയുള്ള നമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അടുത്തത് ഇതിൽ ഇൻക്രിമെന്റ് ആണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കൗണ്ട് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അത് 1 വെച്ചിട്ടാണ് എനിക്ക് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ സിന്റാക്സ് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും, പിന്നെ വൈൽ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കും. അടുത്തത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്താണോ കണ്ടീഷൻ അത് കൊടുക്കും. ഇവിടെയാണ് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ സൈൻ ഇട്ടതിന് ശേഷം നമ്മൾ വന്നിട്ട് ഈ ഒരു ഇൻക്രിമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോളം വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ചെയ്യുന്ന സമയത്ത് കൗണ്ട് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രിന്റ് ആവുന്നത് 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 0 + 1 എന്ന് പറയുന്ന ആൻസർ ആണ് വരുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്ന കൗണ്ട് ലെസ് ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുന്ന കണ്ടീഷൻ കൗണ്ട് 5 വരുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയി. അതിനുശേഷം കൗണ്ട് 5 + 1 ആയിട്ട് അത് 6 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പം ഇതിന്റെ സിന്റാക്സ് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ സാധാ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്ന പോലെയല്ല. അപ്പോൾ ഷോർട്ട് ഹാൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ആൻസർ വരുന്നത് ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അടുത്ത് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് നെസ്റ്റഡ് വൈൽ ലൂപ്പ് ആണ്. നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ചെയ്തപ്പം അതിൽ നമ്മളൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മൾ നെസ്റ്റഡ് വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ റോന്റെ ഇനീഷ്യലൈസേഷൻ എനിക്കത് തുടങ്ങേണ്ടത് 1 നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഫയൽ കൊടുത്തിട്ട് എനിക്ക് റോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് 5 അപ്പം ഞാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. 5 വരെയുള്ള നമ്പേഴ്സിന് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിവിടെ അടുത്ത വൈൽ ലൂപ്പിന്റെ ഇനീഷ്യലൈസേഷൻ ചെയ്യണം. അത് കോളത്തിന്റെ ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ കോളം അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 നിന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ വൈൽ ലൂപ്പ് അവിടെ എൻഡ് ചെയ്യുന്നത് റോവിലാണ്. അതായത് കോള് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു റോ ആവുന്ന സമയത്ത് ഇത്രയാണ് എനിക്ക് ഇവിടെ കണ്ടീഷൻ കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ കണ്ടീഷൻ കൊടുത്തു, ഇനീഷ്യലൈസേഷൻ ഞാൻ കണ്ടീഷൻ കൊടുത്തു. എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അപ്പോൾ ഞാൻ പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഞാൻ സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എനിക്കിത് ഓരോ കോളത്തിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് വരണം. അപ്പം ഞാൻ ഫോർമാറ്റ് ചെയ്യാണ്. എൻഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോർമാറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് എനിക്ക് ഓരോ റോയിലും അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് എന്ന് പറഞ്ഞ എൻ്റെ ഫംഗ്ഷൻ ഞാൻ ഇതിൽ യൂസ് ചെയ്യാണ്. സോ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ 2 കാര്യങ്ങളിൽ വിട്ടിട്ടുണ്ട്. ഒന്ന് കോളത്തിന്റെ ഇൻക്രിമെന്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്തൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആയിട്ട് ഈ സംഭവം വരും. അപ്പോൾ നമ്മൾ കോളത്തിന്റെ ഇൻക്രിമെന്റ് കൊടുക്കണം.
കൊടുക്കുകയാണ് കോൾ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് റോന്റെ ഇൻക്രിമെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ റോ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടും കൊടുത്തു. അപ്പോൾ നമ്മൾ രണ്ട് ഇൻക്രിമെന്റും കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരത്തെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ട്രയാങ്കിൾ നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇതിൽ നോക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലുള്ള കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. വൈൽ ലൂപ്പിന്റെ കൂടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്നാണ്. നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് വൈൽ ഐ എന്ന് പറയുന്ന ആള് ലെസ് ദാൻ 9 ആവുന്ന സമയത്ത് 0 തൊട്ട് 8 വരെയുള്ള നമ്പേഴ്സ് ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് ഐ ഈക്വൽ ടു 5 ആവുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, അതിനെ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു ഇൻക്രിമെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകത്തില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻക്രിമെന്റ് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റർ കൊടുത്തിട്ട് എനിക്ക് എന്ത് വേണം, എൻ്റെ വൈൽ ലൂപ്പിൽ എനിക്ക് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തു, പ്രിന്റ് ഐ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എനിക്ക് ഈ വൈൽ ലൂപ്പിന്റെ ഇൻക്രിമെന്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനും ഞാൻ ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് മെൻഷൻ ചെയ്യാണ്. പ്ലസ് ഈക്വൽ ടു 1. അപ്പോൾ ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 1, 2, 3, 4, 5 സ്കിപ്പ് ചെയ്തു. അപ്പോൾ 5ന്റെ അവിടെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തത്. അതിന് സ്കിപ്പ് ചെയ്ത് 6, 7, 8 വരെയുള്ള നമ്പേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.